നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിക്കൽ നിൽക്കുന്ന കേരളത്തിൽ ഇപ്പോൾ വളരെയേറെ രാഷ്ട്രീയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 3 മുന്നണികൾ സജീവമായി രംഗത്തുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കേരള കോൺഗ്രസിന്റെ മാണി ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ചുള്ള ചില വിവാദങ്ങൾ അല്ലെങ്കിൽ ചില ധാരണകൾ. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിചിത്രമായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ്. വളരെ കൗതുകമുള്ള ഒരു മുദ്രാവാക്യം അവരെ കുറിച്ച് വളരെ വർഷങ്ങൾക്ക് മുൻപേ ചൊല്ലി തുടങ്ങിയിട്ടുണ്ട്. വളരും തോറും പിളരും, പിളരും തോറും വളരും. ഇത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രശസ്തരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട ഭാഗ്യസ്മരണീയനായ ശ്രീ KM മാണി ഉൾപ്പെടെയുള്ള ആളുകൾ പകുതി തമാശായും പകുതി ഗൗരവമായും പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാൾ ഏറ്റവും കൗതുകമുള്ളതാണ് ഇപ്പോൾ എത്ര കേരള കോൺഗ്രസ് കേരളത്തിലുണ്ട് എന്ന് അതിലുള്ള ആളുകൾക്ക് പോലും വലിയ നിശ്ചയമുണ്ടെന്ന് തോന്നുന്നില്ല. അതാണ് ഇതിനകത്തെ മറ്റൊരു രസകരമായ കാര്യം. ഞാനിത് അന്വേഷിച്ചിടത്തോളം ഏതാണ്ട് 8 തരം കേരള കോൺഗ്രസുകൾ ഇന്ന് കേരളത്തിൽ 3 മുന്നണികളിലായി ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾക്ക് ക്വിസ് ഒക്കെ നടത്തുമ്പോൾ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു ക്വിസ് പരിപാടി നടന്നിരിക്കൊണ്ടിരിക്കുക ആയതുകൊണ്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് നല്ല മാറ്റമുണ്ടാകുമെന്ന് വേണം കരുതാൻ. കേരള കോൺഗ്രസ് മാണി, കേരള കോൺഗ്രസ് ജോസഫ്, കേരള കോൺഗ്രസ് ജേക്കബ്, കേരള കോൺഗ്രസ് B ബാലകൃഷ്ണപിള്ള, ജനാധിപത്യ കേരള കോൺഗ്രസ്, അതായത് നമ്മുടെ ആദരണീയനായ ഇപ്പോൾ MLA ആകാതെ പോയ അല്ലെങ്കിൽ പുറത്തുപോയ ശ്രീ ആന്റണി രാജു നേതൃത്വം കൊടുക്കുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ്, അതുപോലെ തന്നെ NDA മുന്നണിയിലുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു കേരള കോൺഗ്രസ് ആണ് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്കറിയ വിഭാഗം കേരള കോൺഗ്രസ്. ഇങ്ങനെ ഒന്നും പറയണ്ട, ഏതാണ്ട് ഒരു 8ഓളം അവാന്തര വിഭാഗങ്ങളുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. എന്നാൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് മാണി ഗ്രൂപ്പ്, ബഹുമാന്യനായ KM മാണി നേതൃത്വം കൊടുത്തിരുന്ന, ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ശ്രീ ജോസ് K മാണി നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. ഈ അടുത്ത കാലത്ത് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ പറഞ്ഞതാണ്. LDF മുന്നണി വിട്ട് മാണി വിഭാഗം കേരള കോൺഗ്രസ് UDF-ലേക്ക് പോകാനായി ചില ഒരുക്കങ്ങൾ, ആലോചനകൾ നടത്തുന്നു എന്നത് ഇപ്പോഴും വളരെ ഏറെ പ്രസക്തമായ ഒരു ചർച്ചാ വിഷയമാണ്. എന്തായാലും ഒടുവിൽ കിട്ടുന്ന വാർത്ത അനുസരിച്ച് അസന്നിഗ്ധമായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാക്കൾ കോട്ടയത്ത് യോഗം ചേർന്ന് ബഹുമാനപ്പെട്ട ജോസ് K മാണി തന്നെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങൾ യാതൊരു കാരണവശാലും LDF മുന്നണിയിൽ നിന്ന് പുറത്തു പോകുന്നില്ല, അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ അതിനകത്ത് വരികൾക്കിടയിലൊക്കെ വായിക്കുമ്പോൾ അവർക്ക് ആകെയുള്ള 5 MLA-മാരിൽ ചില MLA-മാർ മാനസികമായി UDF-ൽ ചേരണം എന്ന് താല്പര്യമുള്ളവരാണ് എന്നാണ് പിന്നാമ്പറ വർത്തമാനം. അതിന്റെ പ്രധാനമായ കാരണം കേരള കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്. ഏതാണ്ട് തുല്യ പ്രാധാന്യമുള്ള ഒരു കേരള കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ഇപ്പോൾ നേരത്തെ തന്നെ UDF-ൽ ഉൾപ്പെട്ട് നിൽക്കുന്ന കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗം. വളരെ കരുത്തരായിട്ടുള്ള പ്രതിബദ്ധതയുള്ള പ്രാഗൽഭ്യമുള്ള ശ്രീ PJ ജോസഫിനെ പോലെ നിരവധി വർഷങ്ങൾ മന്ത്രിയായിരുന്ന, അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഫ്രാൻസിസ് ജോർജ് MP, ശ്രീ മോൻസ് ജോസഫ് MLA, PC തോമസ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ആൾ, ഇവരൊക്കെ ഈ PJ ജോസഫ് കേരള കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ള ആളുകളാണ്. അവർ സ്ഥിരമായി ഇപ്പോൾ UDF-ന്റെ ഭാഗമായി ഉറച്ചു നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്കും അവരുടെ യഥാർത്ഥത്തിലുള്ള വോട്ട് ബാങ്ക് എന്നൊക്കെ പറയുന്നത്
മധ്യ കേരളത്തിലെ ക്രൈസ്തവ ഭൂരിപക്ഷമാണ്. എന്നാൽ ഈ ക്രൈസ്തവ ഭൂരിപക്ഷം ഇപ്പോൾ ജോസ് കെ മാണിയുടെ സഹായത്തിലാണ്, നിയന്ത്രണത്തിലാണ് എന്നൊക്കെ പറയുന്നത് ഒരു തെറ്റായ കണക്കുകൂട്ടലാണ്. ചില സഭാ പുരോഹിത നേതാക്കന്മാരൊക്കെ ഈ ജോസ് കെ മാണിയിൽ സ്വാധീനം ചെലുത്തി അവരെ UDFന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പരക്കുന്നുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്കാലവും ഈ ക്രൈസ്തവ സമൂഹം UDFനെ പിന്തുണയ്ക്കുന്ന ഒരു സമൂഹമാണ് കാലാതീതമായി. ചിലപ്പോൾ ചില വർഷങ്ങളിലോ ചില തെരഞ്ഞെടുപ്പിലോ ഒക്കെ മാറി അവർ ഒരുപക്ഷെ തിരിഞ്ഞ് വന്നേക്കാം. തൃശ്ശൂരെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരെ ക്രൈസ്തവ സമൂഹം ഒട്ടാകെ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ കാണുന്നത്. എന്നാൽ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ വളരെ സ്വാധീനമുള്ള കേരള കോൺഗ്രസിന്റെ PJ ജോസഫ് വിഭാഗവും മാണി വിഭാഗവും ഇപ്പോൾ രണ്ട് മുന്നണിയിൽ നിൽക്കുന്നത് ക്രൈസ്തവ നേതാക്കന്മാർക്ക് ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് UDFന്റെ ഭാഗമായി വേണം അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെന്നുള്ള അഭിപ്രായം അവിടെ ഇവിടെയൊക്കെ വന്നപ്പോഴാണ് ഈ വിഷയം ചർച്ചയായിരിക്കുന്നത്. ഏതായാലും പാലാ പോലുള്ള സ്ഥലത്ത് അഥവാ ശ്രീ ജോസ് കെ മാണി UDFിലേക്ക് വന്നാൽ പോലും അദ്ദേഹത്തിന്റെ തട്ടകമായ പാലാ നിയോജക മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയുമോ എന്ന സംശയമുണ്ട്. കാരണം അവിടെ അദ്ദേഹം നേരിടേണ്ടി വരുന്നത് ഇപ്പോൾ അവിടുത്തെ മണ്ഡലത്തിലെ MLA ആയിരിക്കുന്ന ശ്രീ മാണി സി കാപ്പനെയാണ്. മാണി സി കാപ്പൻ ഒരു കാരണവശാലും ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് മാറുകയില്ല എന്ന് അദ്ദേഹം തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണിക്ക് വളരെ വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലം കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം സ്വാഭാവികമായി UDFന്റെ മുകളിൽ ഉണ്ടാകും. അതൊക്കെ തുടർന്നുള്ള കാര്യങ്ങൾ. എന്തായാലും UDFും ഈ കാര്യത്തിൽ ഇപ്പോൾ പുറത്തു പറയുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കിയിട്ടുള്ളത് യാതൊരു കാരണവശാലും UDF കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ചർച്ച ചെയ്തിട്ടില്ല. അവർ മുന്നണിയിലെ വിട്ട് UDFിലേക്ക് ചേരണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല. UDF അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു ചർച്ചയും അത് സംബന്ധിച്ച് നടന്നിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫും അതുപോലെ മുതിർന്ന നേതാക്കന്മാരും ഏകസ്വരത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ കൂട്ടത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ വാതിൽ എന്തായാലും അടയ്ക്കുന്നില്ല. UDFനെ സംബന്ധിച്ചുള്ള അവരുടെ പ്രഖ്യാപിത നയമെന്ന് പറയുന്നത് മുന്നണിയുടെ അടിത്തറ ബലപ്പെടുത്തുക, വികസിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുന്നണിയുടെ ആശയങ്ങളോട് യോജിക്കാൻ കഴിയുന്ന വ്യക്തികളോ ഗ്രൂപ്പുകളോ പാർട്ടികളോ UDFിൽ ചേരാൻ സന്നദ്ധതയോടുകൂടി മുന്നോട്ട് വരികയാണെങ്കിൽ ആ കാര്യത്തിൽ സൃഷ്ടിപരമായ ഒരു സമീപനം സ്വീകരിക്കും എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം UDF നേതാക്കന്മാർ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ വളരെ ജിജ്ഞാസയോടുകൂടിയാണ് കേരളത്തിലെ പൊതുസമൂഹം കാത്തിരിക്കുന്നത്. എന്നാൽ ഇതിലേറെ അധികം പരിഭ്രമത്തിലായിരിക്കുന്നത് CPM ആണ്. കാരണം CPMന്റെ മുന്നണിയിൽ നിന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം പോയി കഴിഞ്ഞാൽ LDFന്റെ അവസ്ഥ എന്താകും എന്നുള്ളതിനെ കുറിച്ച് വല്ലാതെ പരിഭ്രമിക്കുകയാണ്, അസ്വസ്ഥരാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ. സംസ്ഥാന സെക്രട്ടറിയും LDFന്റെ മുന്നണി കൺവീനറും അതിനേക്കാൾ എല്ലാം ഉപരിയായി CPMനെ സംബന്ധിച്ചിടത്തോളം ജീവാത്മാവും പരമാത്മാവുമായിരിക്കുന്ന ശ്രീമാൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഈ ആശങ്കയ്ക്കൊക്കെ അറുതി വരുത്തി എങ്ങനെയും മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിനെ ഒക്കത്ത് നിർത്താൻ വേണ്ടിയുള്ള പല തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് തലസ്ഥാന നഗരിയിൽ 15 സെന്റ് സ്ഥലം ശ്രീ മാണി ഫൗണ്ടേഷന് വേണ്ടി, KM മാണി ഫൗണ്ടേഷന് വേണ്ടി കൊടുക്കാനെടുത്ത തീരുമാനം. ജലസേചന വകുപ്പിന്റെ മുഖ്യ ഓഫീസ് കോമ്പൗണ്ടിൽ 15 സെന്റ് സ്ഥലം നാമമാത്രമായ പാട്ടവ്യവസ്ഥയിൽ 30 വർഷത്തേക്ക് കൊടുക്കാനുള്ള തീരുമാനം 2 ദിവസം മുൻപാണ് എടുത്തത്. അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം
എത്രയാണ് എന്നുള്ളത്, എന്താണെന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു പൊതുസമൂഹം കേരളത്തിലുണ്ട്. അത് വിസ്തരിക്കേണ്ട ആവശ്യമില്ല. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ സമയത്ത് ഒരു കാര്യം കൂടെ അനുസ്മരിക്കാതെ പോകുന്നത് ശരിയല്ല. ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പറഞ്ഞ ഒരു വാക്യമാണ്, ശ്രീ KM മാണി ഒരിക്കലും കെടാത്ത തീരും ചാകാത്ത പുഴുക്കളുമുള്ള നരകത്തിലേക്ക് പോകുമെന്ന് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്ന ശാപം കേരളത്തിലെ സമൂഹം നന്നായി, പ്രത്യേകിച്ച് പല തലമുറ ഓർക്കുന്നുണ്ട് എന്നാണ് കരുതേണ്ടത്. അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആനുകൂല്യങ്ങൾ ആവുന്നത്ര പറ്റിക്കൊണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്നത്. അവിടെയൊക്കെ ചില ധാർമ്മികതയുടെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അത് എങ്ങനെ പറഞ്ഞാലും ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ പറഞ്ഞ ഈ വാക്യം ഒരിക്കലും കേരളത്തിലെ പൊതുസമൂഹം മറക്കുകയില്ല. അങ്ങനെയാണല്ലോ ചില വാക്കുകളൊക്കെ ഇപ്പോഴും എല്ലാ സന്ദർഭത്തിലും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന നികൃഷ്ടജീവി, പരനാറി, ഇത്തരം പ്രയോഗങ്ങളൊക്കെ ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ നിഘണ്ടുവിൽ സ്ഥാനം പിടിച്ച പദങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന മാറ്റം മറിച്ചിലുകൾ, തകിടം മറിച്ചിലുകൾ, തലകുത്തി മറിയുകൾ, യൂട്ടേൺ അടിക്കൽ, ഇതൊക്കെ ഇപ്പോൾ സാധാരണ സംഭവമായിരിക്കുന്നു. ഇപ്പോൾ തന്നെ പല ശക്തമായ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പലപ്പോഴും പറയുന്നത്, വിസ്മയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും വലിയ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഏതായാലും വിസ്മയത്തിന്റെ തുടക്കമൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഒടുക്കമാകുമോ, ഈ വിസ്മയങ്ങൾ തുടരുമോ എന്ന് വരും ദിവസങ്ങൾ കാത്തിരിക്കാം.